Welcome to the sixth lecture class of Geotechnical Engineering. This class is about particle size distribution curve. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ 3 ടോപ്പിക്കുകളാണ് കവർ ചെയ്യുന്നത്. വിൽ ഡിസ്ക്രൈബ് ദ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്. സെക്കൻഡ്, വിൽ ഐഡൻറ്റിഫൈ വെൽ ഗ്രേഡഡ്, യൂണിഫോം ഗ്രേഡഡ് ആൻഡ് പൂർലി ഗ്രേഡഡ് സോയിൽ സാമ്പിൾ. ആൻഡ് ആസ് എ ലാസ്റ്റ് ടോപ്പിക് വി വിൽ എസ്റ്റിമേറ്റ് യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് സൈസ്. So going to the first topic, what is particle size distribution curve? നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം, there is a graph. ഇതൊരു curve ആണ് that is drawn on a semi-log plot. So it is also known as gradation curve. ഈ curveനെ gradation curve എന്നും വിളിക്കും, particle size distribution curve എന്നും വിളിക്കും. Then it is plot, its semi-log plot is preferred. അതായത് ഈ ഒരു ഗ്രാഫ് പ്രിപ്പയർ ചെയ്യുന്ന സെമി-ലോഗ് ഗ്രാഫ് ഷീറ്റിലാണ്. അതായത് എക്സ് ആക്സിസിൽ ലോഗ് സ്കെയിലിൽ നമ്മൾ സീവ് സൈസ് അല്ലെങ്കിൽ ഓപ്പണിംഗ് നമ്മുടെ മെറ്റീരിയലിൻ്റെ സോയിലിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ സൈസ് പ്ലോട്ട് ചെയ്യും. ദെൻ വൈ ആക്സിസിൽ പെർസെൻറ്റേജ് ഫൈനർ നോർമൽ സ്കെയിലിൽ നാച്ചുറൽ സ്കെയിലിൽ പ്ലോട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ദ പെർസെൻറ്റേജ് ഫൈനർ വേഴ്സസ് പാർട്ടിക്കിൾ സൈസ് ആണ്. പെർസെൻറ്റേജ് ഫൈനർ എൻ ദാൻ എ ഗീവൺ സൈസ് ഈസ് പ്ലോട്ടഡ് ആസ് ഓർഡിനേറ്റ്, അതായത് വൈ ആക്സിസിൽ. ഇറ്റ് ഈസ് ഓൺ എ നാച്ചുറൽ സ്കെയിൽ, നമ്മൾ സാധാ സ്കെയിലാണ് അത് വരയ്ക്കുന്നത്. ആൻഡ് ദി പാർട്ടിക്കിൾ സൈസ് ആസ് എ അബ്സിസ, എക്സ് ആക്സിസിലാണ് പാർട്ടിക്കിൾ സൈസ്, പക്ഷേ അത് ലോ സ്കെയിലായിരിക്കും. അതുകൊണ്ടാണ് സെമി ലോഗ് എന്ന് പറയുന്നത്. പാർട്ടിക്കിൾ സൈസ് ലോ സ്കെയിലും പെർസെൻറ്റേജ് ഫൈനർ നാച്ചുറൽ സ്കെയിലും. ഓക്കെ, then it particle size distribution curve represent distribution of particles of different sizes in a soil mass. അപ്പോൾ ഒരു സോയിൽ മാസ് എടുത്താൽ അതിൽ ക്ലേ പാർട്ടിക്കിൾസ് ഉണ്ടാവാം, സിൽറ്റ് ഉണ്ടാവാം, സാൻഡോ ഗ്രേവിലോ കോബിൾസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ പല സൈസ് റേഞ്ചിലുള്ള പാർട്ടിക്കിൾസിൻ്റെ എത്രമാത്രം ക്വാണ്ടിറ്റി, എത്രമാത്രം പാർട്ടിക്കിൾസ് പല സൈസ് റേഞ്ചിലുമുള്ള എത്രമാത്രം പാർട്ടിക്കിൾസ് സോയിലിൽ അവൈലബിൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി വാട്ട് ഈസ് ഗ്രേഡിങ് ഓഫ് സോയിൽ? പല സൈസുള്ള പാർട്ടിക്കിൾസ് സോയിലുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ സൈസിനും എത്രത്തോളം പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു ടേമാണ് ഗ്രേഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ഇൻ എ സോയിൽ മാസ് ഈസ് കോൾഡ് ഗ്രേഡിംഗ് ദാറ്റ് ഡിറ്റർമൈൻഡ് ഫ്രം പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്. ദെൻ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവിൽ നിന്ന് നമ്മൾ സോയിൽ സാമ്പിളിനെ നമ്മൾ വെൽ ഗ്രേഡഡ് ഓർ പുവർലി ഗ്രേഡഡ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ഒന്നെങ്കിൽ വെൽ ഗ്രേഡഡ് ആവാം, അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പുവർലി ഗ്രേഡഡ്. പുവർലി ഗ്രേഡഡ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ യൂണിഫോംലി ഗ്രേഡഡ് ആവാം, അല്ലെങ്കിൽ ഗ്യാപ്പ് ഗ്രേഡഡ് ആവാം. അപ്പോൾ ഇത് ഓരോന്നും ഏതാണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ വെൽ ഗ്രേഡഡ് സോയിൽ? വെൽ ഗ്രേഡഡ് സോയിൽ എന്ന് പറയുമ്പോഴത്തേക്കും എ സോയിൽ ഈസ് സെറ്റ് ടു ബി വെൽ ഗ്രേഡഡ് ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് എ ഗുഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് വേരിയസ് ഗ്രെയിൻ സൈസസ്. അപ്പോൾ ഒരു സോയിൽ സാമ്പിളിൽ ഇതാണ് നമ്മുടെ പാർട്ടിക്കിൾ സൈസ് അല്ലെങ്കിൽ സീവ് സൈസ് കാണിക്കുന്ന എക്സൈസസ് ആണ് അല്ലേ. ഈ എക്സൈസസിൽ എല്ലാ സൈസ് റേഞ്ചിലും പാർട്ടിക്കിൾസ് ഉള്ള സോയിലാണ് നമ്മുടെ വെൽ ഗ്രേഡഡ് സോയിൽ. അപ്പോൾ ആ വെൽ ഗ്രേഡഡ് സോയിലിൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ വൈഡ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് എസ് ഷേപ്പിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നോക്കാം. ഇതിലെ ഫ്ലാറ്റ് എസ് കർവ് മാർക്ക് ബി ഇൻഡിക്കേറ്റ്സ് വെൽ ഗ്രേഡഡ് സോയിൽ. അപ്പോൾ ഇതിൽ ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന കർവ് കാണാം. ഈ ഒരു കർവ് that represents a well graded soil, and this soil has wide range of soil particles. It contains good representation of various grain sizes. Then next, what is uniformly graded soil? Then a soil is said to be uniformly graded if it contains mostly of one size. അതായത് സോയിൽ സാമ്പിൾ ഉണ്ട്, സോയിൽ സാമ്പിളിൽ മജോറിറ്റിയും ഒരേ സൈസുള്ള പാർട്ടിക്കിൾസാണ്, പല സൈസുള്ള പാർട്ടിക്കിൾസാണ് നമുക്ക് ആക്ച്വലി വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിനെ വെൽ ഗ്രേഡഡ് എന്ന് പറയും. പക്ഷെ നമ്മുടെ സോയിൽ സാമ്പിളിൽ മജോറിറ്റി പാർട്ടിക്കിൾസും ഒരേ സൈസുള്ളതാണ്. ഒന്നുകിൽ സാൻഡ് പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ, ക്ലേയോ ഗ്രേവലോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സോയിലിനെയാണ് യൂണിഫോംലി ഗ്രേഡഡ് സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ കർവ് സി, അതായത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ കർവാണ് യൂണിഫോംലി ഗ്രേഡഡ് സോയിലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കർവിൻ്റെ പ്രത്യേകതയാണ് ഭയങ്കര സ്റ്റീപ്പ് കർവാണ് അല്ലേ. അപ്പോൾ യൂണിഫോം എ സോയിൽ ഈ സ്റ്റീപ്പർ ഈസ് ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് ഇങ്ങനെ ഭയങ്കര സ്റ്റീപ്പായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങളെടുത്ത സോയിൽ ഒരു യൂണിഫോം സോയിലാണെന്നാണ് അർത്ഥം. അതിൽ മജോറിറ്റിയും ഒരേ സൈസുള്ള പാർട്ടിക്കിൾസാണ്, വൈഡ് റേഞ്ച് ഓഫ് പാർട്ടിക്കിൾസ് അതിലില്ല. ദെൻ അടുത്തത് ഗ്യാപ്പ് ഗ്രേഡഡ് സോയിൽ അല്ലെങ്കിൽ സ്കിപ്പ് ഗ്രേഡഡ് സോയിൽ എന്നൊക്കെ പറയാറുണ്ട്. ഇതിൽ എന്താണ് ഗ്യാപ്പ് ഗ്രേഡഡ് സോയിൽ? എ സോയിൽ ഈസ് സെറ്റ് ടു ബി ഗ്രേഡഡ് ഇഫ് ഇറ്റ് ഈസ് ഡെഫിഷ്യൻറ്റ് ഇൻ എ പർട്ടിക്കുലർ റേഞ്ച് ഓഫ് പാർട്ടിക്കിൾ സൈസസ്. ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിൾ സൈസ് ഇല്ല. അതായത് നിങ്ങൾ ഈ ഒരു ഗ്രാഫിൽ നോക്കിയാൽ മതി, കർവ് ഇൻ മാർക്ക്ഡ് എ ഇൻഡിക്കേറ്റ്സ് ഗ്യാപ്പ് ഗ്രേഡഡ് സോയിൽ. ഇവിടെ എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ കർവ്,
ഇതാണ് ഗ്യാപ്പ് ഗ്രേഡഡ് സോയിൽ. ഇത് ഈ കർവിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇടയ്ക്കൊരു ഫ്ലാറ്റ് പോർഷൻ ഉണ്ട് അല്ലേ. ഈ ഫ്ലാറ്റ് പോർഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്, ഈ ഫ്ലാറ്റ് പോർഷൻ വരുന്ന പോർഷനിലുള്ള സൈസ് റേഞ്ചിലുള്ള പാർട്ടിക്കിൾസ് അതിൻ്റെ സോയിൽ മാസിൽ ആബ്സെൻ്റ് ആണ്. അതായത് കുറച്ച് സൈസ് ഓഫ് പാർട്ടിക്കിൾസ് ആ സോയിൽ മാസിലില്ല. അതായത് കുറേ സൈസുണ്ട്, ചെറിയ സൈസുണ്ട്, വലിയ സൈസുണ്ട്, പക്ഷേ ഒരു പർട്ടിക്കുലർ റേഞ്ചിലുള്ള സോയിൽ സൈസ് ഈ സോയിൽ മാസിൽ ആബ്സെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സോയിലിനെയാണ് നമ്മൾ ഗ്യാപ്പ് ഗ്രേഡഡ് സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവിൽ നിന്ന് നമുക്ക് നമ്മുടെ സോയിൽ ഫൈൻ ഗ്രെയിൻഡ് ആണോ കോഴ്സ് ഗ്രെയിൻഡ് ആണോ എന്ന് മനസ്സിലാക്കാം. ഫൈൻ ഗ്രെയിൻഡ് ആണെങ്കിൽ എന്താ, മജോറിറ്റി സ്മോൾ സൈസ് ആയിരിക്കും അല്ലേ. സ്മോൾ സൈസ് എന്ന് വെച്ചാൽ എന്താ, എക്സൈസിൽ സൈസ് കുറവ് ഈ ലെഫ്റ്റിലേക്കാണ് അല്ലേ. അപ്പം മിക്കവാറും ഫൈൻ ഗ്രെയിൻഡ് സോയിൽ ആണെങ്കിൽ നമ്മുടെ കർവ് എവിടെയായിരിക്കും, നമ്മുടെ പ്ലോട്ടിൻ്റെ എക്സ്ട്രീം ലെഫ്റ്റിലായിരിക്കും. ഇനി കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ ആണെങ്കിലോ, ദെൻ കോഴ്സ് ഗ്രെയിൻഡ് സോയിലാണെങ്കിൽ കർവ് ഏകദേശം ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് വരും. നോക്കി, കർവ് മിക്കവാറും കോഴ്സ് ഗ്രെയിൻഡ് സോയിലായിരിക്കും, കാരണം എല്ലാ പാർട്ടിക്കിൾസും വൈഡ്, അതായത് സൈസ് കൂടിയ പാർട്ടിക്കിൾസാണ് നമ്മുടെ സോയിൽ സാമ്പിളിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ കർവ് അതായത് ഈ ഒരു കർവ് ഇൻഡിക്കേറ്റ്സ് എ സോയിൽ വിച്ച് ഈസ് പ്രിഡോമിനൻ്റ്ലി കോഴ്സ് ഗ്രൈൻഡ് കർവ് ലൊക്കേറ്റ് ഹയർ അപ്പ് ആൻഡ് ടു ദ ലെഫ്റ്റ്. That is curve located to the right. ചെറിയൊരു വ്യത്യാസമുണ്ട്. ദ കർവ് ഇൻഡിക്കേറ്റ്സ് എ സോയിൽ വിച്ച് ഈസ് പ്രിഡോമിനൻ്റ്ലി കോഴ്സ് ഗ്രൈൻഡ് സോയിലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് കർവ് വിൽ ബി സിറ്റുവേറ്റഡ് ടുവേർഡ്സ് ദ റൈറ്റ്. ആ പ്ലോട്ടിൻ്റെ ഗ്രാഫ് ഷീറ്റിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കാം കർവ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങളുടെ സോയിൽ ഫൈൻ ഗ്രൈൻഡ് ആണെങ്കിലോ, പ്ലോട്ട് വന്നിരിക്കുന്നത്, നിങ്ങളുടെ സോയിൽ ഫൈൻ ഗ്രൈൻഡ് ആണെങ്കിൽ പ്ലോട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കാം. This curve D indicates a soil which is predominantly fine grained and curve located higher up and to the left. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് കർവ് വരുന്നതെങ്കിൽ അത് ഫൈൻ ഗ്രൈൻഡ് സോയിലാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് മനസ്സിലാക്കാം. റൈറ്റിലേക്കാണ് പാർട്ടിക്കൽ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് വന്നിരിക്കുന്നത്, അത് കോഴ്സ് ഗ്രൈൻഡ് സോയിലാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ സോയിൽ ഫൈൻ ആണോ കോഴ്സ് ആണെന്ന് മനസ്സിലാക്കാനും ഈ പാർട്ടിക്കൽ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തൊരു ടേമാണ് ഗ്രേഡിംഗ് ഓഫ് സോയിലിനെ ഗ്രേഡിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്. അപ്പോൾ ഈ ഗ്രേഡിംഗ് കർവിൻ്റെ പ്രോപ്പർട്ടീസ്, ജോമെട്രിയുടെ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഗ്രേഡിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജോമെട്രി പ്രോപ്പർട്ടീസ് ഓഫ് എ ഗ്രേഡിംഗ് കർവ് ആർ കോൾഡ് ഗ്രേഡിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. ടു ഒബ്റ്റെയിൻ ദ ഗ്രേഡിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് 3 പോയിന്റ്സ് ആർ ലൊക്കേറ്റഡ് ഫസ്റ്റ് ഓൺ ദി ഗ്രേഡിംഗ് കർവ്. നമ്മുടെ ഗ്രേഡിംഗ് കർവ് അല്ലെങ്കിൽ പാർട്ടിക്കൽ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവിൽ 3 പോയിന്റ്സ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യും. ഏതൊക്കെയാണ് 3 പോയിന്റ്സ്? ഒന്ന് D60 എന്ന് പറയും, അതായത് സൈസ് അറ്റ്ലീസ്റ്റ് 60% ഫൈനർ ബൈ വെയിറ്റ്. അതായത് 60% ഫൈനറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, D60 എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് D30, അതായത് സൈസ് അറ്റ് 30% ഫൈനർ ബൈ വെയിറ്റ്. പെർസെൻറ്റേജ് ഫൈനർ 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ പാർട്ടിക്കിൾസിൻ്റെ സൈസിനെയാണ് D30 എന്ന് പറയുന്നത്. ദെൻ D10 മീൻസ് സൈസ് അറ്റ് 10% ഫൈനർ ബൈ വെയിറ്റ്. ഇത് 10% ഫൈനറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർട്ടിക്കിൾ സൈസിനെയാണ് നമ്മൾ D10 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഗ്രേഡിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഇതിൽ നിന്ന്, ഈ 3 പോയിന്റിൽ നിന്ന് നമ്മൾ താഴെ പറയുന്ന 3 ഗ്രേഡിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് എഫക്റ്റീവ് സൈസ്, സെക്കൻഡ് യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് ആൻഡ് തേർഡ് കോഎഫിഷ്യൻറ്റ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ കർവേച്ചർ കോഎഫിഷ്യൻറ്റ്. ഫസ്റ്റ് എന്താണ് എഫക്റ്റീവ് സൈസ്? എഫക്റ്റീവ് സൈസ് എന്ന് പറഞ്ഞാൽ D10 ആണ്. അപ്പോൾ എഫക്റ്റീവ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി, 10% ഫൈനറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർട്ടിക്കിൾ സൈസിനെയാണ് നമ്മൾ D10 എന്ന് വിളിക്കുന്നത്. ദെൻ അതിനെ എഫക്റ്റീവ് സൈസ് എന്ന് പറയും. ഇനി യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ്, അതിനെ CU എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് D60 ബൈ D10. D60 ബൈ എന്താണെന്ന് അറിയാം, D10 എന്താണെന്നറിയാം. അപ്പോൾ ഇത് രണ്ടിൻ്റെയും റേഷ്യോ ആണ് യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ്. ഇനി മൂന്നാമത്തെ കർവേച്ചർ കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ കോഎഫിഷ്യൻറ്റ് ഓഫ് കർവേച്ചർ CC എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു D30 സ്ക്വയർ ഡിവൈഡഡ് ബൈ D60 ഇൻറ്റു D10. അതിൽ D10 എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാം, 10% ഫൈനറിന്, അതായത് 10% ഫൈനറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർട്ടിക്കിൾ സൈസ്. ദ D10 റെപ്രസെൻറ്റ് സൈസ് ഇൻ mm, സൈസ് ദാറ്റ് 10% ഓഫ് ദി പാർട്ടിക്കിൾസ് ആർ സ്മോളർ ദാൻ ദി സൈസ്. ദെൻ ദാറ്റ് ഈസ് D10 എന്താണെന്ന് എലാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ D60 എന്താണെന്നറിയാം. ഇനി D10നെ നമ്മൾ എഫക്റ്റീവ് സൈസ് എന്ന ടേമിന് കൂടാതെ എഫക്റ്റീവ് ഡയമീറ്റർ എന്നും ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത്, ഇനി ഇതിൻ്റെ വാല്യൂ എങ്ങനെ ഇരിക്കും? കോഎഫിഷ്യൻറ്റ് ഓഫ്
കർവേച്ചറിൻ്റെയും യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റെയും വാല്യൂ വിൽ ബി 1 ഫോർ എ സിംഗിൾ സൈസ്ഡ് സോയിൽ. നിങ്ങളുടെ സോയിലിൽ ഒരൊറ്റ സൈസുള്ള പാർട്ടിക്കിൾ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ സിയും സിയും കാൽക്കുലേറ്റ് ചെയ്താൽ 1 തന്നെയായിരിക്കും. ദെൻ ഇപ്പോൾ സിയുവിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ അത് വെൽ ഗ്രേഡഡ് സോയിലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇഫ് സിയു വാല്യൂ ലെസ് ദാൻ 2 ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ യൂണിഫോം സോയിൽ. മജോറിറ്റി പാർട്ടിക്കിൾസും ഒരേ സൈസ് ആണെങ്കിൽ എങ്ങനെയാണെങ്കിലും സിയു വാല്യൂ 2ലും താഴെയായിരിക്കും. വെൽ ഗ്രേഡഡ് സോയിൽ ആണെങ്കിലും സിയു വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ 5. ദെൻ ഇനി അടുത്തത് കോഎഫിഷ്യൻ്റ് ഓഫ് കർവേച്ചർ. അതായത് കർവേച്ചർ കോഎഫിഷ്യൻ്റെ വാല്യൂ യൂഷ്വലി ബിറ്റ്വീൻ 1 ആൻഡ് 3. വെൽ ഗ്രേഡഡ് സോയിൽ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1നും 3ക്കും ഇടയിലായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എങ്ങനെ കോഎഫിഷ്യൻ്റ് ഓഫ് കർവേച്ചർ, യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് സൈസ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇനി നിങ്ങൾ ഡി വെൽ ഗ്രേഡഡ് സോയിലാണിതല്ലേ, അപ്പോൾ D10, അതായത് 10% ഫൈനർ. ഫൈനറാണ് വൈ ആക്സിസിൽ. അപ്പോൾ 10% ഫൈനറിന് കറസ്പോണ്ടിങ് ആയിട്ട്, കാരണം 10% ഫൈനർ കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ആക്സിസിലെ സൈസ്, അതായത് ഇത് എത്രയാണ്, ഇവിടെ ഏകദേശം നോക്കിയത് 0.001 ആണ്, ഇത് 0.01 ആണ്, ഏകദേശം ഇത് 0.004 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ സ്കെയിലിൽ റീഡ് ചെയ്തെടുക്കുക. അപ്പോൾ D10ൻ്റെ വാല്യൂ എത്ര കിട്ടി? 0.004. സിമിലർലി കാൽക്കുലേറ്റ് D30. D30 എന്ന് പറയുമ്പോൾ 30% ഫൈനറിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ ആക്സിസിൽ 30% ഫൈനറിന് കറസ്പോണ്ടിങ് ആയിട്ട് പാർട്ടിക്കിൾ സൈസ് എത്രയാണെന്ന് നോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 0.025. ഇനി അതാണ് D30യുടെ വാല്യൂ ആയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സിമിലർലി കാൽക്കുലേറ്റ് സൈസ് D60. അപ്പോൾ 60% ഫൈനറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ കർവിൽ വൈ എക്സ് ആക്സിസിലെ സൈസ് അത് ഏകദേശം 0.08 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വാല്യൂ കിട്ടി? D10ൻ്റെ വാല്യൂ കിട്ടി 0.004, D30 0.025, D60 0.08. ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ ഗ്രേഡിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആയ ഫസ്റ്റ് എഫക്റ്റീവ് സൈസ് എന്ന് വെച്ചാൽ എന്താണ്? D10 ആണല്ലേ. D10 ഈസ് ഈക്വൽ ടു 0.004 എന്ന് കിട്ടി. ഇനി അടുത്തത് യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ്. യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? D60/D10. ഓക്കെ, D60 ഇവിടെ എത്രയാണ്? 0.08. D10 എത്രയാണ്? 0.004. അപ്പോൾ ഇത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിങ്ങൾക്ക് 20 എന്ന് കിട്ടി. ഇനി അടുത്തത് കോഎഫിഷ്യൻ്റ് ഓഫ് കർവേച്ചർ, CC ഇക്വേഷൻ എഴുതുക. D30² ഡിവൈഡ് ബൈ D60 ഇൻറ്റു D10. ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. D30 എത്രയാണ്? 0.025. D60 എത്രയാണ്? 0.08. D10 എത്രയാണ്? 0.004. അപ്പോൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? 1.95 എന്ന് കിട്ടി. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് കർവേച്ചറും നിങ്ങൾക്ക് യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റെ വാല്യൂ ഉണ്ട്. ഇത് രണ്ടും വെച്ച് നിങ്ങളുടെ സോയിൽ വെൽ ഗ്രേഡഡ് സോയിലാണോ യൂണിഫോംലി ഗ്രേഡഡ് സോയിലാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാമോ? അപ്പോൾ CU വാല്യൂ, അതായത് യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റെ വാല്യൂ CU ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5 ദാറ്റ് ഈസ് എ വെൽ ഗ്രേഡഡ് സോയിൽ ആണോ? ഇവിടെ കിട്ടിയ ആൻസർ എത്രയാണ്? 20 ആണ് അല്ലേ. അത് ഗ്രേറ്റർ ദാൻ 5 അല്ലേ, അതുകൊണ്ട് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വെൽ ഗ്രേഡഡ് സോയിലിനെയാണ്. ഇനി ഈ കർവേച്ചർ കോഎഫിഷ്യൻ്റ് ഇവിടെ എത്രയാണ്? 1.95. നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ പഠിച്ചിരുന്നു CC വാല്യൂ 1നും 3ക്കും ഇടയിലാണെങ്കിൽ ദാറ്റ് സോയിൽ വിൽ ബി വെൽ ഗ്രേഡഡ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 1.95 ആണ്. വിതിൻ ദ റേഞ്ച് 1 to 3, ഹെൻസ് ദ ഗിവൺ സോയിൽ സാമ്പിൾ ഈസ് വെൽ ഗ്രേഡഡ്. അപ്പോൾ ഇത്രയാണ്. താങ്ക് യു.